ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസമായിട്ടോ പക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ട്രെയിനിൽ കയറണം എന്ന്. അതായത് നമ്മളിവിടെ ഒരു പരിപാടി വന്ന സമയത്ത് നമ്മൾ അവളെ കൊണ്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ടായി, കളിക്കുന്ന ട്രെയിനിൽ. ആ സംഭവത്തിൽ അവൾ കയറിയിട്ടുണ്ടായി. അതിനുശേഷം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ട്രെയിൻ കേട്ടോ. അങ്ങനെ അവൾ കുറേ ദിവസമായി ഒരു മാസത്തിന് മേലെയായി അവളിങ്ങനെ പറയുന്നു ട്രെയിനിൽ കയറണം എന്ന്. അങ്ങനെ ഇപ്പോൾ പുതുതായിട്ട് മാനന്തവാടിക്ക് അപ്പുറത്ത് തലപ്പുഴ എത്തണം തോന്നുന്നു, കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. ആ ഒരു ഭാഗത്തായിട്ട് ഒരു പുതിയ പാർക്ക് വന്നിട്ടുണ്ട്, എന്താ കോമാച്ചി പാർക്ക്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ട്രെയിനിൻ്റെ ഒക്കെ ഒരു സംഭവം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവിടെ പോയിട്ട് അവൾക്കൊന്ന് കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അവളൊന്ന് കയറ്റിയിട്ട് വരാമെന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഔട്ടാണ്. ഞാൻ നേരത്തെ ഷാൾ എനിക്ക് എന്തോ ഒരു മെനക്കേട്. അന്നേരം ഞാൻ ഇതിട്ടോ, ഈ മോജോ ഹിജാബ്, മോജോ അല്ല ഇതേതായിരുന്നു, ജേഴ്സി ഹിജാബ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട് നീയല്ലേ, അവളെ കടയിൽ നിന്നാണ് ഇതെടുത്ത്, അവളെ ഷോപ്പിൽ നിന്നാട്ടോ ഇതെടുത്തിട്ടുണ്ടായിനെ. പക്ഷെ ഭയങ്കര അടിപൊളിയാണ്, ഇട്ടോടുത്ത് നിന്നോളും. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടാൻ. ഇതിട്ടതിന് ശേഷം ഇപ്പോൾ വേറെ ഷാളുകൾ അങ്ങനെ ഇഷ്ടമില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഒരു വേറൊരു വീഡിയോ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഇതിടാൻ ഭയങ്കര കംഫർട്ടാണ്. അപ്പം എന്തായാലും വെയിലാണ്, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതന്നെ ഇടാന്നുള്ളത്. അപ്പം ഒരു ലൂസ് ടൈപ്പ്, അതൊരു ബനിയൻ ക്ലോത്ത് മെറ്റീരിയലാണ്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കിഡ്സിൻ്റെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതായത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, പക്ഷേ കിഡ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് കിട്ടിയ സൈസിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇതേപോലത്തെ ഒരു കാർഗോ ടൈപ്പ് ഒരു പാൻറ് കൂട്ടിയിട്ടുണ്ട്. ഫുൾ ലൂസ് ഫിറ്റാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അപ്പം എന്തായാലും പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരെ ബസ്സിന് കോമാച്ചി പാർക്കിലോട്ട് വിട്ടിട്ടുണ്ടായിട്ടോ. അത്യാവശ്യം ലോങ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അങ്ങനെന്താ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഞാൻ കോമാച്ചി പാർക്ക് എടുത്തപ്പോൾ തല കൊടുക്കണം തോന്നേ. അങ്ങോട്ട് പോണ അനിമ ഇറക്കത്തൊക്കെ വരണം. എന്താ എവിടെ എവിടെ തീവണ്ടിയുടെ? ഞങ്ങളങ്ങനെ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അതായത് വിൻറ്റേജ് ക്യാമൊക്കെയുള്ള ഒരു സംഭവം. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ക്യാമറകൾ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ക്യാമറകളുണ്ട്, നമ്മൾ ഇതുവരെ കാണാത്ത പല തരത്തിലുള്ള പല ക്യാമറകൾ. ഞാൻ ഒരുവിധം ക്യാമറേൻ്റെയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, കുറേയൊക്കെ ഞാൻ എടുക്കാത്തതുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതുവരെ ഒരു ഫോട്ടോയിലോ വീഡിയോയിലും പോലും ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ല നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, എന്തൊക്കെയോ ടൈപ്പ് ക്യാമറാസ് ഉണ്ട്. ഇതൊന്നും എന്താണെന്നും കൂടി അറിയില്ല. ഏതൊക്കെയോ ഒന്ന് രണ്ടെണ്ണം മാത്രം ഏതോ എപ്പോഴോ കണ്ട ആ ഒരു ഇത് മാത്രമുണ്ട്. ഇതൊക്കെ കുറേ മറ്റേ ഫിലിം ക്യാമറയാണെന്ന് തോന്നുന്നു, പണ്ടൊക്കെ ഉള്ള ആ ഒരു സാധനം. പിന്നെ നമ്മളിതാ അവിടുന്ന് കുറച്ച് നേരം പക്കുമാക്ക് നടക്കാൻ മടിയാണല്ലോ, പിന്നെ അവളെ ഇത് എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോന്ന്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒക്കത്തിൻ്റെയും മുന്നിൽ ഓരോ സ്റ്റോറി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഓരോരോ ഫോട്ടോസ് ആയിരുന്നു. ഇവിടെ ഫോട്ടോ ഇല്ലാതെ പൈസ ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ നല്ലൊരു മിറർ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, തക്കോട് ഇങ്ങോട്ട് വാ, അന്നത്തെ ഇങ്ങോട്ട് കന്നത്തെ തക്കോട് ഇങ്ങോട്ട് വാ. കൈസ് പറഞ്ഞാ കേക്കില്ല. മിററിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപ്പാടായിരുന്നു കേട്ടോ. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും അത് മാത്രം കഴിഞ്ഞില്ല. ഫാത്തിമ
പിടിക്കട്ടെ. അനന്തര കുത്തിടേ ഗൈസ്. അയ്യോ അതൊക്കെ അതി രസമുണ്ട്. ഈ ഒരു കാർ കണ്ടിട്ടാണ് വന്നത്. ഈ ഒരു കാറിൻ്റെ അടുത്ത് നിന്നിട്ട് നല്ല ഒരുപാട് ഫോട്ടോസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരൊറ്റ ഫോട്ടോ പോലും നല്ലത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഈ കാർ കാണാൻ നല്ല അടിപൊളിയല്ലേ? എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കോമാച്ചി പാർക്കിൽ ഒരുപാടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഭയങ്കര നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെ നമ്മൾ ആ കാറിനടുത്ത് പിന്നെ നേരെ വന്നു. പിന്നെ ഇത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, അതിങ്ങനെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആദ്യം തക്കടും എല്ലാവരും ഓരോരുത്തരായിട്ട് കയറിയിരുന്നു. അതായത് നമുക്കിങ്ങനെ ഓടിച്ച് കളിക്കാമല്ലോ. സോറി ഗൈസ്, ഓടിച്ച് കളിക്കാൻ പറ്റില്ല, വെറുതെ ഓടിക്കും പോലെ ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ സംഗതികളുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോസ് നല്ല നല്ല അങ്ങനത്തെ ഇത് കണ്ടില്ലേ ഈ ജിമ്മൻ, ഇതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതുപോലെ കുറേ സംഗതികൾ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ എന്താക്കി, മക്കളൊക്കെ കയറുന്ന ഫോട്ടോ എടുത്തപ്പോൾ എനിക്കും ചെറിയൊരു ആഗ്രഹം. അങ്ങനെ ഞാനും കയറി ഫോട്ടോ. ഇങ്ങോട്ട് വയ്ക്കാ. അപ്പൊ കഴിഞ്ഞു. ഇനി അടുത്ത എടുക്കാനല്ലേ? തക്കടു എടുക്കാനൊന്നാവില്ല. അക്കടു ഇക്കൂടെ തന്നെ ഈലേ തന്നെ കയറിയിട്ട് ഈലേ ഇറങ്ങലായിരിക്കും താത്താ. അതിലേ കയറിയിട്ടേ ഈലേ ഇറങ്ങലായിരിക്കും. അതൊക്കെ ഒരു കുപ്പി അതവിടെ കുറെ പക്ഷികള് ഹായ്. പോന്നല്ല, ഇത് ഫോട്ടോ എടുക്കില്ല. നമ്മൾ കാര്യമായിട്ട് ഈ ഒരു പാർക്കിൽ വരാൻ കാരണം തന്നെ ഈ പക്കുവാണ് കേട്ടോ. പക്കുവിന് ടോയ് ട്രെയിനിൽ കയറാൻ എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മെയിനായിട്ട് ഇതിലേക്ക് വന്നത് തന്നെ. അങ്ങനെ നമ്മൾ അതിൽ കയറി ഒരു 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് ചുറ്റി ഇങ്ങനെ വരാം. തക്കടു തക്കടു ഞാൻ എടുത്തരാം. ഇടയ്ക്കൊരു ഐസ്ക്രീം ഒക്കെ ആവണ്ടേ? കുറേ നേരം ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നാൽ മാത്രം പോരല്ലോ. ഐസ്ക്രീം സ്റ്റോളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പാക്കുമ്മ എപ്പോഴോ ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്ത് ഏതോ ഒരു കാർട്ടൂണിൽ ഈ ഒരു ടോയ് ട്രെയിൻ കണ്ടതിന് ശേഷമാണ് കേട്ടോ എപ്പോഴും നമ്മളോട് പറയും ട്രെയിനിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ എങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിലും എപ്പോഴും അവളെ കണ്ണു മുന്നിൽ ഈ ടോയ് ട്രെയിനിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോസ് കാണാറ് പതിവാണ് കേട്ടോ. ചിലപ്പം അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ പിന്നെ അത് തന്നെയാണല്ലോ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഒരു സൈക്കിളൊക്കെ ഇങ്ങനെ സൈക്കിളല്ല ജീപ്പ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റിയ സംഗതികളാണ്. അതേപോലെ അതിലൊക്കെ കയറി ഫോട്ടോസ് എടുക്കാം. പിന്നെ ഈ ഒരു ടോയ് ട്രെയിനിന് 50 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് ഒരാൾക്ക്. പിന്നെ നമ്മൾ ഇതിൽ എൻട്രി ഫീസിന് പുറമെ എൻട്രി ഫീസ് വലിയവർക്ക് 150 കുട്ടികൾക്ക് അതിനനുസരിച്ച് 100 അങ്ങനെ എന്തെയോ ആണ് കേട്ടോ. ഉമ്മയായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളപ്പോഴത്തേക്ക് അതും ഇതും കാണാൻ വേണ്ടിയിട്ട് പാഞ്ഞു കയറി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ സോറി ഗൈസ്, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സംഗതികളും അതേപോലെ നല്ല നല്ല റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൈഡ്സും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈ ഒരു 50 രൂപയ്ക്ക് ഒരു റൗണ്ട് ഇങ്ങനെ ഫുള്ള് ചുറ്റി നമ്മൾ തിരിച്ച് ആദ്യം നമ്മൾ എവിടെയാണ് നിന്നത് ആ ഒരു സ്ഥലത്ത് ഇവർ നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു സംഭവം. നമുക്ക് പേടിയാവുന്നുണ്ട് അങ്ങനെ പിടിക്കാൻ. അതിക്ക് പേടിയില്ല. എനിക്ക് ഇങ്ങനെ കാണിക്കുമ്പോ പേടിയാവുന്നുണ്ട്.
മെല്ലെ എടുക്കുന്നുള്ളൂ. ഇല്ല ഇല്ല മെല്ലെ എടുക്കുന്നുള്ളൂ. ആണോ കൈ നിർത്തി കൊടുക്കരുത്, നിർത്തി കൊടുക്കും കുഞ്ഞേ. കഴിക്കില്ല. തല വരച്ചിട്ടില്ലേ എന്റെ നേരത്തെ ഞാൻ കിളി വന്ന് കയറിയത് എൻ്റെ തലയിലാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തലയൊക്കെ വരച്ചു പോയത്. എനിക്ക് ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കത്തിനും പേടിയാണ്. ഞാൻ അങ്ങനെ അതിനോട് ഇങ്ങനെ അധികം ഈ പോയി കളിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പേടി കൊണ്ടാണ്. അതാ നോക്കുന്നുണ്ട്, വരുന്നുണ്ട്. നീ ആ കൈ അങ്ങനെ തന്നെ പിടിക്കേ പിടിക്കേ കൈ നിവർത്ത്. കൈ കാണിച്ചു കൊടുക്കുക, നല്ലോണം കാണിച്ചു കൊടുക്കുക. കാണുന്നില്ല അതുകൊണ്ടാണ്. ഇത് വരുന്നില്ല. ഹൈ നല്ല ശണ്ടേ. ആദി നമ്മൾ മനസ്സ് മാത്രം നിറച്ചാൽ പോരല്ലേ, ഇടയ്ക്കിടയ്ക്ക് വയറിലേക്കും എന്തെങ്കിലുമൊക്കെ തട്ടണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് പോപ്കോണൊക്കെ കഴിക്കും. അനിമ ഇനി ഐഡിയോ കണ്ട പോലെ ആദ്യം ഞാൻ തെറിച്ചു പോവേ. ആദ്യം തമാശ കളിക്കരുത്, ഞാൻ തെറിച്ചു ആദ്യം. ഗൈസ്, ഈ ഒരു പാർക്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും വരണം കേട്ടോ. കാരണം അവിടെ കാണാനായിട്ട് ഒരുപാടുണ്ട്. അതേപോലെ എൻജോയ് ചെയ്യാനാണെങ്കിലും അടിപൊളി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. മക്കൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് മറ്റേ 3Dയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് 3D കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ 3D ഒക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ പക്കു കുറച്ചൊന്ന് കരഞ്ഞിട്ടുണ്ടായി കേട്ടോ. അവൾക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് പേടിയായി. അവൾ കുറച്ച് നേരം കരഞ്ഞിട്ടുണ്ടായി. പക്ഷെ നമുക്കങ്ങനെ വലിയ പ്രശ്നം, നമ്മൾ ഫാമിലിയായിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു 3Dയിൽ എൻജോയ് ചെയ്യുന്നത്. പക്കുവിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല പേടി കുടുങ്ങിയിട്ടുണ്ടായി. പിന്നെ ഞാൻ അവളെ മടിയിലിരുത്തി. പിന്നെ അവൾ ആ ഗ്ലാസ്സൊക്കെ എടുത്ത് എറിഞ്ഞു കേട്ടോ. അങ്ങനെയല്ല അവൾക്ക് പിന്നെ കാണാൻ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ ഗ്ലാസ് വെക്കാണ്ട് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു കോമാച്ചി പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനന്തവാടി തലപ്പുഴയാണ് കേട്ടോ. തലപ്പുഴ ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കോമാച്ചി പാർക്ക് അവർ പറഞ്ഞു തരും. പിന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്ക് കൂടിയാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണ്. ഈ എന്താ പറയുക വിൻറ്റേജ് ടൈപ്പ് ക്യാമറാസും അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് പോകുന്നോളി. ഒരു അടിപൊളി തന്നെയാണ് കേട്ടോ അവിടെ. അതേപോലെ ഫോട്ടോഗ്രാഫിക്ക് ആയാലും. പിന്നെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റിംഗ് ആണ് ഇവർ ഉദ്ദേശിച്ചത്. ഞങ്ങൾ എല്ലാ റൈഡിലും കയറി എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് നല്ല മഴ പെയ്തുണ്ടായിട്ടോ. ആ ഒരു സമയം കൊണ്ട് കുറേ ആൾക്കാർ നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഓരോ റൈഡിൽ കയറി നിന്ന ആൾക്കാർ നനയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. മഴയത്തൊക്കെ ഇങ്ങനെ റൈഡിൽ കയറുക അടിപൊളിയാണല്ലോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ നേരെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. നല്ല രീതിക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്തും ഉള്ളൂ എന്ന മട്ടിലായിരുന്നുണ്ടോ ഞങ്ങളെല്ലാവരും. മക്കളടക്കം നല്ല രീതിക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫുഡ് കഴിച്ചില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഹോട്ടൽ ഇതുവരെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ സംഗതികൾ അവിടെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ മന്തിയും പിന്നെ പെരിപെരി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്തായാലും ഈ ഒരു പാർക്ക് എന്തായാലും ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്